ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലൈവ് പോർട്രേറ്റ് എങ്ങനെ വരയ്ക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പോർട്രേറ്റ് വരയ്ക്കാവുന്നതാണ്. ഒന്ന് ഹാൻഡ് ഫ്രീ മോഡൽ, പിന്നെ ഒന്ന് ഗ്രിഡ് ലൈൻ മോഡൽ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗ്രിഡ് ലൈൻ മോഡൽ എങ്ങനെ നമുക്ക് വരയ്ക്കാമെന്നാണ്. ഗ്രിഡ് ലൈൻ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൈന്യൂട്ട് കാര്യവും നമുക്കതിൽ ശ്രദ്ധിച്ച് നോക്കി വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഗ്രിഡ് ലൈൻ മോഡലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ആർക്കായാലും നന്നായിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ സെൽഫോണിലാണ്, നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അതിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അതിൽ നമുക്ക് വരയ്ക്കേണ്ട ഇമേജ് അപ്ലോഡ് ചെയ്യും. അപ്പോഴത്തേക്ക് അതിൽ ഗ്രിഡ് ലൈൻസ് വരുന്നതാണ്. എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ നമ്മൾ വരയ്ക്കേണ്ട ഡ്രോയിങ് ഷീറ്റിലും ആ ഗ്രിഡ് ലൈൻസ് ഇടേണ്ടതാണ്. ആ ഗ്രിഡ് ലൈൻസ് അതേ ഇതിൽ തന്നെ ഇടുക. എന്നിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. നമ്മൾ ഓരോ ആ ഗ്രിഡിലും ഉള്ള സംഭവങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ച് നന്നായിട്ട് വരച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കും. ഞാനിപ്പോൾ ഇവിടെ ഗ്രിഡ് ലൈൻസ് ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രിഡ് ലൈൻ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഗ്രിഡ് ലൈൻസ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഓരോ ഗ്രിഡിലുള്ളത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതേപോലെ എത്ര ഗ്രിഡാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അത്രയും നമ്പർ ഓഫ് ഗ്രിഡ്സ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോഴത്തേക്ക് അതേപോലെ വരയ്ക്കുക. A4 ഷീറ്റിൻ്റെ സൈസിലാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിനി വരച്ചു തുടങ്ങാം. ഇവിടെ ഇപ്പോൾ നമ്മൾ തലമുടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റത്തെ എത്രാമത്തെ പോർട്ടിലെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നിന്ന് 1 2 3 4 5. അപ്പോൾ ഇവിടെ നമ്മൾ 1 2 3 4 5. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ച് വരച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക്, തുടക്കക്കാരനാണെങ്കിൽ പോലും നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു.
ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.